നല്ല പാകമായി വെക്കാവുള്ള കേട്ടല്ലോ. ഹലോ ചങ്കുകളെ, ഹലോ ചങ്കുകളെ, ഹലോ കുട്ടനാടുകളെ, കുഞ്ഞാടുകളെ. ലിറ്റിൽ ലാമ്പ് ഓഫ് ആൾക്കാരെ പിടിച്ചിരുത്തുന്ന ഒരു സാധനമാണ്. അതെന്താണ്? അത് നീ കണ്ടുപിടിക്കണം. നിന്റെ ഒരു ബോഡി ലാംഗ്വേജും നിന്റെ ഒരു വൈബ് എന്താന്ന് അത് നീ നിനക്കേ അറിയത്തുള്ളൂ. വേറെ ഒരാൾ പറഞ്ഞു തന്നാൽ അത് സെറ്റ് ആക്കാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് ഷസാം, ആ പുച്ഛം വേർഡ് യൂസ് ചെയ്യുന്ന ഗൂഗിളിന്റെ കളർ വെച്ച് ഭയങ്കര ഫേമസ് ആയത്. അവൻ പറയുന്ന അവൻ ഇൻട്രോഡക്ഷൻ പറയുന്നത് ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറഞ്ഞില്ലേ. ഇൻട്രോ വീഡിയോ കാരണം അവന്റെ ഇതുണ്ടോ, ഇതാണ് നമ്മള് റിപ്പീറ്റഡ് ആയിട്ട് കാണുമ്പോഴത്തേക്ക് നമ്മൾ ഓർത്തിരിക്കും ഇങ്ങനെ സാധനങ്ങൾ. അലീന റെജി യു ക്യാൻ സ്റ്റാർട്ട് ദ പോഡ്കാസ്റ്റ്. അലീന റെജി പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ വരാം ഗസ്റ്റ് ആയിട്ട്. സീരിയസ്ലി ഞാൻ ചിന്തിച്ചൊരു കൺസെപ്റ്റാ. നമുക്കുണ്ടല്ലോ ഒരു ചെറിയൊരു പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ ഒക്കെ പോലെ ഇട്ടിട്ട് ഒരു പോഡ്കാസ്റ്റ് തുടങ്ങി ചുമ്മാ സംസാരിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടോപ്പിക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര നേരം സംസാരിക്കും. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. ആ ഒരു പർട്ടിക്കുലർ ആൾക്കാർ രണ്ടുപേരും അത് എന്നെ അപ്പുറം കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു വിവരം കൂടെ ലഭിക്കണം. സത്യം. ഈ ചുമ്മാ എടാ നമുക്ക് വാല്യുബിൾ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഓരോരുത്തരുടെ പലർക്കും പല ഇതായിരിക്കും, വിഷനും പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും പല പല കാര്യത്തിലും. അപ്പൊ അവരെല്ലാം അറിയാലോ അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യം നമുക്കറിയാം. അതെ അതെ ഇതെല്ലാം കിട്ടും. എനിക്കറിയാം ഞാനിത് അത് അങ്ങനെ സംഭവമാണ്. അത് ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യമാണ്. ഒരു ചുരിയൊക്കെ ഇട്ട് ലൈക്ക് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് എന്താ പറയുന്നത് അതായത് അപ്ലോഡ് ചെയ്യുന്നു, ആൾക്കാർ കാണുന്നു. ലൈക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ലൈക്ക് ഈ പോഡ്കാസ്റ്റ് അത്ര പെട്ടെന്ന് ക്ലിക്ക് ആവണമെന്നൊന്നുമില്ല. എന്തിലൊരു ഒരു ആ സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞ് അതൊന്നും ബ്രേക്ക്ഔട്ട് ആയാൽ മതി. പിന്നെ അവർക്ക് അവരിതാവും. കൺട്രിയെ പറ്റി പറയുക അറിയാത്ത അതിന് പകരം മലയാളികൾക്ക് അത് നമുക്ക് എനിക്ക് തോന്നുന്നു അത് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്ലോഗ് ചെയ്യുന്ന അങ്ങനെയാണെങ്കിൽ ഈ കൺട്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ. പക്ഷേ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് വേണം, അല്ലാതെ ചുമ്മാ ക്യാമറ തൂക്കിക്കൊണ്ടുപോയി ഉണ്ടാക്കിയാൽ പറ്റില്ല. ഇല്ലില്ല ലൈക്ക് ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറലി വരുന്നൊരു സാധനമാണ്. അല്ലേടി നിനക്ക് നീ സ്ക്രിപ്റ്റ് ചെയ്തിട്ടാണ് നീ ഏതെങ്കിലും ബ്ലോഗ് ചെയ്യുന്നത്? അത് നാച്ചുറലി ഫ്ലോ ചെയ്യേണ്ട ഒരു സാധനം. ബ്ലോഗിംഗ് അല്ല ഇത് പറയുന്നത്. അപ്പൊ പിന്നെ ഈ ആൾക്കാരെ ചെയ്യുന്ന ഇതെല്ലാം ഇതാണ് നീ പറയുന്നത്. എല്ലാ വീഡിയോസും സിംഗിൾ വീഡിയോസും സ്ക്രിപ്റ്റ് ചെയ്തിട്ടാണ്. നീ ചുമ്മാ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഒരു മണിക്കൂർ വീഡിയോ റെക്കോർഡ് ഒരു കൺസെപ്റ്റ് ആണ് എന്ന് വെച്ചാൽ ഓരോ ആൾക്കാർ ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് ഇതിനെക്കുറിച്ച് ഇന്ന് വീഡിയോ എടുക്കുക. ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് അല്ലാതെ സ്ക്രിപ്റ്റ് അല്ലത്. ഒരു കണ്ടന്റ് ആൾക്കാർ ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിച്ച സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെയാണ് പറഞ്ഞത്. അതിന് ഒരു കഥ ഇങ്ങനെ ആയിരിക്കണം ഇതെന്ന് പറഞ്ഞ് അങ്ങനെ എഴുതുന്നില്ല. ഒരു ബ്ലോഗ് ഡയലോഗ് റൈറ്റിംഗ് വേറെ ഞാൻ ജസ്റ്റ് ആ ഒരു എന്താ പറയുന്ന ഒരു ഔട്ട്ലൈൻ വേണം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയണം. നോട്ട് അറ്റ് ഓൾ നെസസറി. ഒന്നും പറയപ്പെടില്ല. നമുക്ക് ഒരു എന്നാ പറയുന്നത് ഒരു ബ്ലോഗ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ സ്പോണ്ടേനിയസ് ആയിട്ട് എന്നാ പറയുന്നത് ഇൻവോൾവ് ആയിട്ട് പല കാര്യങ്ങളും സംഭവിക്കാം. നമുക്ക് എന്നാ നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും സംഭവിക്കും. സോ അതിൽ സ്ക്രിപ്റ്റ് ഇൻവോൾവ് ആവുന്നില്ലല്ലോ. എനിക്ക് മനസ്സിലാവുന്നു നീ എന്താണ് ഈ കണ്ടന്റ് എന്നാ പറയുന്നത് സ്ക്രിപ്റ്റ് എഴുതെന്ന് പറയുന്നത്. ഈ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ടാണ് അതുപോലെയാണ് നടക്കുന്നത്. അപ്പൊ ഈ ബ്ലോഗ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ പറയുന്നത് പറയാൻ ഉദ്ദേശിച്ചേ നാളെ രാവിലെ വീഡിയോ റെക്കോർഡ് ചെയ്യണം. നീ നാളെ രാവിലെ ക്യാമറ എടുത്ത് വെച്ച് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുമോ? അപ്പൊ നീ നാളത്തെ ഡേ പ്ലാൻ നാളെ രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് നീ ചെയ്യത്തില്ലേ? നീ സ്പോണ്ടേനിയസ് ആയിട്ട് നീ ചെയ്യത്തില്ലേ? നിനക്കൊരു ഒന്നും ഇല്ലെങ്കിൽ നീ എന്നാ പറയുന്നത് ക്യാമറ എടുത്ത് ഇറങ്ങി നീ അത് കണ്ടന്റ് ആക്കത്തില്ലേ? ഞാൻ അങ്ങനെ എനിക്ക് ഇച്ചിരി ക്യാമറ ഷോ ഒക്കെ ഉണ്ട്. എനിക്ക് ഇച്ചിരി ക്യാമറ ഷോ ഉണ്ട്. പക്ഷേ ഞാൻ സ്ക്രിപ്റ്റഡ് ഒന്നും അല്ല. എനിക്കിപ്പോ ഇന്ന് എനിക്ക് ഡേ ഓഫ് ആണെങ്കിൽ ഞാൻ ഡേ ഓഫിന്റെ കാര്യങ്ങള്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഡെയിലി വ്ലോഗ് ഇടുന്നത് ഡെയിലി വ്ലോഗിൽ എന്താണ് നടക്കുന്നത് ആ കാര്യങ്ങൾ സ്ക്രിപ്റ്റഡ് ഉണ്ടായിരിക്കും. ഇവൻ പറയുന്ന പോലെ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഔട്ട്ലൈൻ വേണം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഒരു 30 സെക്കൻഡിന് റീൽ ഉണ്ടാക്കുവാണെങ്കിലും നമുക്കൊരു ഔട്ട്ലൈൻ വേണം നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ബ്ലോഗ് എന്ന് പറയുന്ന സാധനം സ്ക്രിപ്റ്റ് ആവാം. ലൈക്ക് ഇത് സ്ക്രിപ്റ്റ് മാത്രം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു. നീ
ഞാൻ എന്തെങ്കിലും പറഞ്ഞു അങ്ങനെ? നീ പറഞ്ഞു സ്ക്രിപ്റ്റഡ് രണ്ടുപേരും ഇപ്പൊ ഒരു വഞ്ചി കാല് കുത്തുന്ന സമയത്ത് ഇതാ ഞാൻ പറഞ്ഞത്. ഒരു എന്നാ പറഞ്ഞത്, ഒരു പോഡ്കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. ഓഡിയൻസിന്റെ അടുത്ത് Like, എന്നാ കോമന്റ് ചെയ്ത് പറയണം ഇവൻ ഞാൻ അങ്ങനത്തെ കാര്യം പറഞ്ഞായിരുന്നു. അല്ല നീ പറഞ്ഞായിരുന്നു. പക്ഷെ മേ ബി ഞാൻ പറഞ്ഞത് എന്താ പറയുന്നത്, ഇത് മാത്രമല്ല വ്ളോഗ് എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റ് ചെയ്യുന്ന മാത്രം ചെയ്യുന്നതല്ല വ്ളോഗ്, അല്ലാതെയും മേ ബി പറയാൻ പറ്റത്തില്ല. ഞാൻ ചിലപ്പോൾ റോങ് ആയിരിക്കും, എനിക്കും പറയാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് അറിയാൻ ഐഡിയ ഇതാ. അതുകൊണ്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് വേണമെങ്കിലും വിത്തൗട്ട് സ്ക്രിപ്റ്റ് ഔട്ട്ലൈൻ വെച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ബട്ട് ഇഫ് യു ആർ സ്റ്റാർട്ടിങ് എ ന്യൂ വെഞ്ചർ ഇൻ ദിസ് ഫീൽഡ് then you should have a proper plan because the competition is so high. You can't just dodge into something and then you get successful. സൂപ്പർ. ഓക്കെ. അതുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് നമ്മൾ ഇവിടെ നിർത്തുകയാണ്. അല്ല, നിർത്തരുത്, അങ്ങനെ പറയരുത്. ഇവൻ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ എന്താ പറയുന്നത്, നമുക്ക് സ്ക്രിപ്റ്റ് വേണം. സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് സക്സസ്ഫുൾ ആവുന്ന വീഡിയോ എന്നുള്ളത് അങ്ങനെയല്ല. അതും ഒരു സത്യമല്ല. ഐ മീൻ ഓക്കെ, ആൾക്കാർക്ക് വേണമെങ്കിൽ എന്നാ പറയുന്നത്, ഇപ്പം വൈറലാവുന്ന വീഡിയോസ് ഒക്കെ എല്ലാം സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്യുന്ന വീഡിയോസ് ആണ് വൈറലാവുന്നത്. ഹൗ കം? ഞാൻ പ്രൂഫ് ചെയ്യാൻ പറ്റും. എടാ, വീഡിയോസ് വൈറലാവുന്നത് സ്ക്രിപ്റ്റ് ചെയ്തിട്ടാണോ? ഞാൻ പ്രൂവ് ചെയ്യാൻ വേണമെങ്കിൽ എങ്ങനെയാന്ന് പറ. നീ എങ്ങനെയാന്ന് പറ. ഇത് സ്ക്രിപ്റ്റ് നീ ഒരു വീഡിയോ എനിക്ക് എക്സാമ്പിൾ ഇപ്പം പറ, അത് എന്താ പറയുന്നത് സക്സസ്ഫുൾ ആയ അല്ലെങ്കിൽ എന്താ പറയുന്നത് സൂപ്പർ ഹിറ്റ് ആയ ലൈക്ക് എന്നാ പറയുന്നത്, ഒരു റീൽ എക്സാമ്പിൾ പറ. ഒരു റീൽ അല്ലെങ്കിൽ എന്നാ പറയുന്നത്, ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നത്. എനിക്ക് അതൊരു ഫണ്ണി ആയിട്ടുള്ള ആക്സിഡന്റ് ഇൻ ദ സെൻസ് ലൈക്ക് എന്നാ പറയുന്നത്, എന്തെങ്കിലും ഒരു അമളി പറ്റുക. ഓക്കെ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തമാശ രീതിയിലുള്ള അമളി പറ്റുന്നത്, അത് നമ്മൾ എന്നാ പറയുന്നത്, അത് സ്ക്രിപ്റ്റഡ് ആയിട്ട് സംഭവിക്കുന്നതല്ല. ഓക്കെ, അതൊരു വ്ളോഗിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണോ? നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോഴത്തേക്കും ചെയ്യാൻ പോവല്ലേ, എന്താണ് പ്ലാൻ ചെയ്തിട്ടല്ല അവിടെ നിന്നപ്പോ ഈ കാര്യം നടന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ഓക്കെ, ഒരു കണ്ടന്റ് വേണമെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവും. എന്തെങ്കിലും ഒരു കണ്ടന്റ് നമുക്ക് ചെയ്യണം. പ്ലാനിംഗ് പറയുന്നത് അത് നീ പറഞ്ഞത് ഒരു ഫുൾ ലൈൻ സ്ക്രിപ്റ്റ് ചെയ്ത. ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ഒരു ഔട്ട്ലൈൻ വേണം സ്ക്രിപ്റ്റിന്റെ, അതേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനകത്ത് എത്ര ഡീറ്റെയിൽ ആയിട്ട് ഈ സെയിം സാധനം നീ പറഞ്ഞു വരുന്നത് സ്ക്രിപ്റ്റ് ഇല്ലാതെ വീഡിയോ ഇല്ലെന്നാണ് പറയുന്നത്. ഇല്ല, ഒരാൾക്ക് ഒരു ഐഡിയ ഇല്ലാതെ തന്നെ പറഞ്ഞു നമുക്കൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അത് ഞാൻ ഒരു ഐഡിയ വേണം, ശരിയാണ്. പക്ഷേ നമ്മൾ ഫുൾ പ്ലാൻ ഔട്ട്ലൈൻ ചെയ്യണം എന്നാണ് പറയുന്നത്. ഒരു വീഡിയോ നമ്മള് ജസ്റ്റ് വീഡിയോ ഇട്ടിട്ട് എന്താ അൺകട്ട് അല്ലെങ്കിൽ റോ ആയിട്ട് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. നീ ഒന്നും ചിന്തിക്കേണ്ട, ഒരു പ്ലാനും വേണ്ട, ഒരു ഔട്ട്ലൈനും വേണ്ട, ഒരു സ്ക്രിപ്റ്റും വേണ്ട. പക്ഷെ നീ എഡിറ്റിംഗ് ഇരിക്കുമ്പോൾ നിനക്ക് എന്താ ഇടേണ്ടതെന്ന് നിനക്ക് ചിന്തിക്കേണ്ടി വരും. എന്നിട്ട് നിന്റെ സാധനം കാണത്തില്ല, എന്താ ഇടേണ്ടത്. സോ യു വിൽ ബി ലൈക്ക് ഓക്കെ, എനിക്ക് 5 മിനിറ്റിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യണമായിരിക്കും, അല്ലെങ്കിൽ 7 മിനിറ്റ് അല്ലെങ്കിൽ 9 മിനിറ്റ്. അതിനൊപ്പം ആൾക്കാർ കാണാറില്ല, അത് വേറെ കാര്യം. അല്ലെങ്കിൽ നീ വലിയ സക്സസ്ഫുൾ ഇൻഫ്ലുവൻസർ ആകണം. അത്രയും ഒരു ലിമിറ്റ് വെച്ച് നിൽക്കുവാണെങ്കിൽ 7 മിനിറ്റത്തുള്ള കണ്ടന്റ് നിന്റെ ഉണ്ടോ? നിന്റെ കണ്ടന്റ് ആയിരിക്കും 20-30 മിനിറ്റിന്റെ. പീപ്പിൾ ഡസന്റ് വാണ്ട് ടു വാച്ച് ദാറ്റ് കണ്ടന്റ് unless you are successful with your reels. അല്ലെങ്കിൽ നമ്മള് കാപ്പിയാകണം, ഇങ്ങനെ കൈയൊക്കെ വെച്ച് കാണിച്ച് ഫേമസ് ആകണം. എഡിറ്റ് ചെയ്യുന്ന പാർട്ട് സ്ക്രിപ്റ്റഡ് ആയിട്ട് വരുന്നതാണ്. സ്ക്രിപ്റ്റ് ആണെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയിട്ട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ലൈഫ് തന്നെ പറയുന്നത്. എഡിറ്റ് ചെയ്യുന്നതും സ്ക്രിപ്റ്റ് ഒന്നും ഐ മീൻ ഞാൻ പറഞ്ഞത്, ഒരാൾ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ അത് സ്ക്രിപ്റ്റഡ് അല്ല. എടാ, ഒരു കാര്യം ഓർക്കണം, ഒരു ഇൻഫ്ലുവൻസറിന്റെ ഒരു വീഡിയോ എന്ന് പറയുന്ന കാര്യത്തിനകത്ത് ഒത്തിരി ബ്രാൻഡ് തിങ്സ് സംഭവിക്കുന്നല്ലേ. ഇറ്റ് ഈസ് എ മൾട്ടി ഡിസിപ്ലിനറി ആസ്പെക്ട്. Okay. Only not just recording. Okay. You have to script, you have to record, you have to act, you have to edit, you have to upload. ഇത്രയും കാര്യങ്ങളെല്ലാം ഒരു സിങ്ക് ആയിട്ട് പോയാലേ ഈ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അല്ലാതെ ചുമ്മാ ഒരു ക്യാമറ വെച്ച് ഇങ്ങനെ വെച്ചിട്ട് ഫേമസ് ആകുന്ന ആൾക്കാർ അങ്ങനെയാണ്. എക്സാക്ട്ലി, അത് വേണം, എന്തായാലും വേണം. നീ എന്താ മണ്ടത്തില് പറയുന്നത്? ലൈക്ക് എന്നാ പറഞ്ഞത്, അത് വേണം. നീ അതിലകത്ത് ഈ സ്ക്രിപ്റ്റിന്റെ കാര്യം എന്താ വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്ക്രിപ്റ്റ് കണ്ടന്റ് ഈ സ്ക്രിപ്റ്റ് നീ ഒന്നായിട്ടാണ് കാണുന്നത്. ലൈക്ക് എന്നാ പറയുന്നത്, ഒരു കണ്ടന്റ് എന്നുള്ള രീതിയിൽ, ഒരു സ്ക്രിപ്റ്റ് എന്ന രീതിയിൽ അത് രണ്ടും ഒന്നാണ്. അത് നീ പറഞ്ഞു. കണ്ടന്റ് ഉണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് ഉള്ളൂ, സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോ എന്റെ തെറ്റായിരിക്കും. ഞാൻ ഈ ആലോചിച്ച് വെച്ചേക്കുന്ന സ്ക്രിപ്റ്റ് എന്നുള്ളതിന്റെ അർത്ഥം വേറെ എന്തെങ്കിലും ആയിരിക്കും. ലൈക്ക് എന്ന് പറയുന്നത് ഞാൻ പറയാം, നീ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നീ ഒത്തിരി വ്ളോഗ്സ് ഓൾറെഡി യൂട്യൂബിൽ കാണുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വെരി ലൈക്ക് എന്താ പറയുക, റോ ആൻഡ് അൺകട്ട്. സോ യുവർ മൈൻഡ് ഗോസ് ഇൻ ടു ലൈക്ക് ഓക്കെ, ഒരാൾ വീഡിയോ എടുക്കുന്നു, അത് അപ്ലോഡ് ചെയ്തു, കഴിഞ്ഞു. അങ്ങനെയല്ല നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഇത്ര സംസാരിച്ച കാര്യം സ്ക്രിപ്റ്റഡ് ആയിരുന്നു അല്ല. അപ്പൊ ഇതെങ്ങനെ ഇതെങ്ങനെ വ്ലോഗ് ആവുന്നു? വ്ലോഗ് ആകുന്നില്ല. ഞാൻ ഇവിടെ അടുത്ത് പറയാൻ പോയിരുന്നു, നീ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് പലതും ഇപ്പൊ ഡിസ്പ്രൂവ് ആവുകയാണ് ഈ ഒരു കാര്യത്തിൽ. ഇത് വ്ലോഗ് അല്ല, ഇത് ഈ മൂവ്മെന്റ് ക്യാപ്ചർ ചെയ്യുക. അവള്
ഇത് വ്ളോഗായിട്ട് അവൾ കൺവേർട്ട് ചെയ്യണം ഇനി വീട്ടിൽ പോയിട്ട്. ഓക്കെ പക്ഷെ അതിനകത്ത് പറഞ്ഞ കണ്ടന്റ് സ്ക്രിപ്റ്റഡ് ആയിരുന്നു. അല്ല അതിനകത്ത് കണ്ടിട്ട് നമ്മൾ പറഞ്ഞില്ലല്ലോ, ഇത് ജസ്റ്റ് റാൻഡം ടോക്സാ. ഇത് വ്ളോഗ് അല്ല ഓക്കെ ഇനി നിന്നിലോട്ട് ഞാൻ വരുവാ. അലീന ഇതിൽ നിന്നിലെ അഭിപ്രായം എന്താണ്? എനിക്ക് ജെനുവിനലി എനിക്ക് ചെറിയൊരു ഇതുണ്ട്, നീ ഒന്ന് കറക്റ്റ് ആയിട്ട് എന്താ ഞാൻ പറയണ്ടേ? ഇത് നമ്മളിപ്പം ഈ സ്ക്രിപ്റ്റ് ചെയ്ത് മാത്രം വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ, അതൊരു അല്ല സ്ക്രിപ്റ്റഡ് മാത്രമൊന്നും അല്ല, പക്ഷെ സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ ഇച്ചിരി കൂടി നന്നായിട്ട് അത് വർക്ക് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ റീച്ച് കൂടാൻ. അപ്പൊ അവൻ പറഞ്ഞ പോലെ തന്നെ ആൾക്കാരുടെ പൾസ് അറിഞ്ഞ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ആ ഒരു വീഡിയോക്ക് റീച്ച് കൂടും, ഉറപ്പല്ലേ. നമ്മളിപ്പം ചുമ്മാ ഒരു സാധനം എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് അത്ര റീച്ച് ആവണമെന്നില്ല. കാരണം ഞാൻ ഒരു ബിഗിനറാണ്, അപ്പൊ എനിക്ക് അറിയത്തില്ല യൂട്യൂബിന്റെ പൾസ് എന്താന്ന്. ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഹുക്കപ്പ് ലൈൻ എനിക്കറിയത്തില്ല, #ടാഗ്സ് എനിക്കറിയത്തില്ല. ഇപ്പം എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീച്ച് ആവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ പഠിച്ചിട്ട് ഇപ്പം അതനുസരിച്ച് ചെയ്യുവാണെങ്കിൽ പെട്ടെന്നൊരു റീച്ച് ആവും ഞാൻ. പക്ഷെ ഇതൊന്നും അറിയാത്തില്ലേ, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ, പക്ഷെ സ്ക്രിപ്റ്റഡ് അല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നീ ചെയ്യുന്ന ഒരു വീഡിയോ സ്ക്രിപ്റ്റ് ചെയ്യാത്തൊരു വീഡിയോ ആണ് വൈറൽ ആവുന്നെങ്കിൽ അതിനും ചാൻസ് ഉണ്ട്. ഇപ്പൊ സിമ്പിൾ അതും സംഭവിക്കാം. അല്ല അത് ഞാൻ പറയട്ടെ, അത് സംഭവിച്ചു. ഓക്കെ, ഒരു വീഡിയോ സൂപ്പർ ഹിറ്റ് ആയി, അത് കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യും? എല്ലാം വീഡിയോ സെയിം ആകാൻ പറ്റത്തില്ലല്ലോ. അന്നേരം നിങ്ങൾ തിരിച്ചു പോകും, നിങ്ങൾ കണ്ട ആളുടെ വീട്ടിലെത്തി. സോ യാ ലൈക്ക് പറഞ്ഞു പോയിട്ട് പറയുവാണെങ്കിൽ ഒരു വീഡിയോ സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞാൽ ലൈക്ക് നമുക്ക് ഇത് ഫൈനലാക്കാൻ പറ്റത്തില്ല, എല്ലാം വീഡിയോ സക്സസ്ഫുൾ ആകും. സോ അന്നേരം നമ്മൾ തിരിച്ച് പിന്നെയും കണ്ടന്റിനകത്ത് പോകും, സ്ക്രിപ്റ്റിന് പോകും. ഓക്കെ, അടുത്ത വീഡിയോ ഇത്രയും നല്ലതാകണം, അല്ലെങ്കിൽ ഈ ഒരു ടീമിലോ അല്ലെങ്കിൽ ഈ ഒരു പ്ലാനിങ് വെച്ചേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഒരു വീഡിയോ ഹിറ്റ് ആകുന്ന വെച്ചാൽ അവർക്ക് ആ ഒരു പോപ്പുലേഷൻ ആ കണ്ടന്റ് ഇഷ്ടപ്പെട്ടു. സോ ആ ഒരു കണ്ടന്റ് പിന്നെ റീക്രിയേറ്റ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു പ്ലാൻ. സോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ അവരോട് പറ ഗൈസ് ഡു കമന്റ്. ഗൈസ് ഞാൻ ഇവളുടെ അടുത്ത് ഇപ്പം പറയുവാ, ഇത് അൺകട്ട് റോ ഡോക്ടർ വേഴ്സസ് എഞ്ചിനീയർ ഡിബേറ്റ് ഓൺ കണ്ടന്റ് മേക്കിംഗ്.